രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ തടുക്കാനാകും എന്നുള്ളൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. ഇപ്പോഴിതാ രാജ്യത്ത് വലിയ നീക്കം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വലിയൊരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്താനായി പോകുന്നത്. ഈ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള ഭീകരന്മാരുടെ പേടി സ്വപ്നമാക്കി മാറ്റാനായിട്ട് ഒരുങ്ങുകയാണ് സൈന്യത്തിലെ ഒരു വിഭാഗത്തിനെ. ഭീകരാക്രമണങ്ങളുടെ വർധനവ് രാജ്യം അതീവ ഗൗരവത്തോടെ ഇപ്പോൾ നിരീക്ഷിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കലാപവിരുദ്ധ വിഭാഗമായിട്ടുള്ള രാഷ്ട്രീയ റൈഫിൾസ് RR സമൂലമായി പരിഷ്കരിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും കരസേനയും ഒരുങ്ങുന്നത്. നിലവിലുള്ളതും ഭാവിയിൽ പ്രകടമാകാൻ സാധ്യതയുള്ളതുമായ വെല്ലുവിളികളെ എല്ലാം തന്നെ അടിച്ചമർത്താനായി രാഷ്ട്രീയ റൈഫിൾസ് ചടുലമായ നീക്കവും സാങ്കേതിക വിദ്യയും പ്രാപ്തമാക്കിയ സേനയായി മാറണമെന്ന് കരസേനയുടെ നോർത്തേൺ കമാൻഡ് മേധാവിയായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ MP സുചീന്ദ്രകുമാർ കഴിഞ്ഞ ദിവസം തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൈന്യത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കനുസരിച്ച് സേനയെ സജ്ജമാക്കുക, ഇത് എല്ലാം തന്നെ ഈ സുപ്രധാന പുനഃക്രമീകരണം കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജമ്മു കശ്മീരിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന സേനാ വിഭാഗമാണ് ഈ രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്നത്. ഈ ജമ്മു കശ്മീരിൻ്റെ ഭീകരവിരുദ്ധ സേനകൾക്ക് അടിച്ചമർത്താൻ ചുക്കാൻ പിടിക്കുന്ന ഈ ഒരു ഭീകരവിരുദ്ധ റൈഫിൾസ്, അതായത് രാഷ്ട്രീയ റൈഫിൾസിനെ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ഒരു തീരുമാനമായി പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. RR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രത്യേക സേന ഭീകരരുടെ തന്നെ, അതായത് ജമ്മു കശ്മീരിലെ ഭീകരരുടെ തന്നെ ഒരു പേടി സ്വപ്നമാണ്. പക്ഷേ ഇപ്പോൾ ഭീകരർ രാജ്യമെമ്പാടും പ്രവർത്തനങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ഇത് ജമ്മു കശ്മീരിൽ മാത്രം പോലെ രാജ്യത്തിനകത്ത് സമ്പൂർണ്ണമായി വേണമെന്ന തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. 1990-ലാണ് ഈ സേന രൂപീകരിക്കപ്പെട്ടത്. ജമ്മു കശ്മീരിൽ ഇവരുടെ പ്രധാന പ്രവർത്തന മണ്ഡലം ജമ്മു കശ്മീരിലായിരുന്നു ഇവരുടെ പ്രധാന പ്രവർത്തന മണ്ഡലം. 90കളുടെ തുടക്കത്തിൽ കശ്മീർ താഴ്വരയിൽ വിഘടനവാദം ശക്തി പ്രാപിച്ച് ഭീകര സംഘടനകൾ പരക്കാൻ തുടങ്ങിയതോടെ രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കപ്പെടുകയായിരുന്നു. ജനറൽ SF റോഡ്രിഗസിന് കീഴിൽ 6 ബറ്റാലിയനിലായിരുന്നു ഇത് തുടക്കം. പിന്നീട് ഇത് 36 ബറ്റാലിയനായി. ഇന്ന് 65 ബറ്റാലിയനുകളിലായി 65,000 സേനാംഗങ്ങൾ അടങ്ങിയതാണ് ഈ രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്നത്. പരമ്പരാഗത സേനാ വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പല രീതികളുമാണ് ഇവരുടെ പ്രവർത്തന ശൈലിയിലുള്ളത്. ഇൻ്റലിജൻസ് വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് പൊടുന്നനെ തിരച്ചിൽ നടത്തുന്നതും ഭീകരവിരുദ്ധ ദൗത്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതും എല്ലാം തന്നെ ഇതിൽ പെടുമെന്നുള്ളതാണ്. CRPF, ജമ്മു കശ്മീർ പോലീസ്, മറ്റ് പാരാമിലിറ്ററി സേനകൾ എന്നിവയുമായി സഹകരിച്ചാണ് RRൻ്റെ പ്രവർത്തനങ്ങൾ. കരസേനാ റെജിമെൻറ്റിൽ നിന്നാണ് RRലേക്ക് സേനാംഗങ്ങളെ എടുക്കുന്നത്. 2 മുതൽ 3 വർഷം വരെയാണ് ഡെപ്യൂട്ടേഷൻ കാലയളവ്. കടുത്ത പരിശീലനമാണ് ഇവർക്കുള്ളത്. പോരാത്തതിന് RR യൂണിഫോം സൈനികർ അണിയേണ്ടതിന് ഇവർ സഹിക്കേണ്ട ത്യാഗവും സഹിക്കേണ്ടുന്ന കഷ്ടപ്പാടും ചില്ലറയല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഭീകരവിരുദ്ധ ടാക്ടിക്കൽ ട്രെയിനിങ്, ഗറില്ല യുദ്ധമുറകൾ, അർബൻ വാർഫെയർ തുടങ്ങിയവയെല്ലാം തന്നെ ഇവർ പരിശീലിച്ച വ്യക്തികളാണ്. AK-47 മുതൽ അത്യാധുനിക ആയുധങ്ങൾ വരെ കൈകാര്യം ചെയ്യാനായിട്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള കഴിവുണ്ട്. വിക്ടർ, കിലോ, ഡെൽറ്റ, റോമിയോ യൂണിഫോം എന്നീ 5 വിഭാഗങ്ങളിലായി തിരിഞ്ഞാണ് ഇതിൻ്റെ ഘടന വരുന്നത്. ജമ്മു കശ്മീരിലെ ഓരോ മേഖലയിലും ഇവ ഓരോന്നോരോന്നായി ഇവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സേനയുടെ ഇൻ്റലിജൻസ് ശേഖരണം, സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ നമ്മുടെ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.